ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേസരിയുടെ റെസിപ്പിയാണ്. പാൽ കേസരി. ഇതുണ്ടാക്കുന്നത് ഏകദേശം നമ്മുടെ റവ കേസരി പോലെ തന്നെയാണ്, എന്നാലും രുചിയുടെ കാര്യത്തിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് പാൽ കേസരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ റവ കേസരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അത്ര നെയ്യൊന്നും ഇതിന് ആവശ്യമായി വരില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാൽ കേസരി തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്ത റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് റവ കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. റവ അധിക സമയമൊന്നും നെയ്യിൽ വറുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാൻ പാടില്ല. റവ നെയ്യിൽ വറുത്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു സ്മെല്ല് വരുന്നത് വരെ മാത്രം വറുത്തെടുത്താൽ മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുൾ ക്രീം മിൽക്കാണെങ്കിൽ 1/2 കപ്പ് വെള്ളവും 1.5 കപ്പ് പാലും ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫുൾ ക്രീം മിൽക്കാണെങ്കിൽ കൂടി ഞാനിത് 2 കപ്പ് പാല് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് പാലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് 1 കപ്പ് റവയാണെങ്കിൽ 3.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ പാല് നന്നായിട്ടൊന്ന് തിളക്കണം. പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും റവ നന്നായിട്ട് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് റവക്ക് 1/2 കപ്പ് പഞ്ചസാര എന്നുള്ള കണക്കിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ്, പാകത്തിനുള്ളൊരു മധുരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ ഇത് ഒന്നുകൂടി ഒന്ന് വെറ്റാവും. ഈ ഒരു സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പാൽ കേസരിയാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് നെയ്യിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാൽ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, നമുക്കിത് കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചൂട് നന്നായി പോയതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പാൽ കേസരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ വേണ്ടി വരുള്ളൂ. അതുപോലെ ഇത് പാൽ കേസരി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ നെയ്യ് മാത്രമേ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യം വരുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.